അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. കുടുംബത്തിൽ പിറന്നവരുമാണ്. കുടുംബത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടും. വളരെ പ്രാധാന്യമുള്ള വെള്ളം പോലെ, വെളിച്ചം പോലെ, വായു പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബജീവിതം. കുടുംബമില്ലെങ്കിൽ നമ്മളില്ല. ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ പൊതുവെ മറ്റുള്ളവരാൽ സഹായിക്കപ്പെടേണ്ടവനാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല, പോസിബിൾ അല്ല. കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക ജീവിതത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മറ്റ് മതദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ദർശനങ്ങളോ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ചില ഐഡിയോളജികളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം. പ്രകൃതിയുടെ മതം എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് എങ്ങനെയാണോ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്, ആദം ഹവ്വ ദമ്പതികളായിട്ടാണ്, ഫാമിലി ആയിട്ടാണ് സൃഷ്ടിച്ചത്. അവിടെ നിങ്ങോട്ടുള്ള എല്ലാം നമ്മൾ കുടുംബമായിട്ട് ജീവിച്ച് കുടുംബമായിട്ട് മരണപ്പെടണം. മാത്രമല്ല, നമ്മുടെ ഈമാൻ, വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ നമുക്ക് വിവാഹ ജീവിതം, കുടുംബജീവിതം ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. അല്ലാത്ത ഒരവസ്ഥയിൽ അത് പൂർത്തിയാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ടോപ്പിക്ക്, ഇന്നത്തെ ടോപ്പിക്ക് ഇൻഷാ അല്ലാ ഇത് കുടുംബജീവിതം എന്ന വിശാലമായ എപ്പിസോഡുകളുടെ ഒന്നാമത്തെ തുടക്കമാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വലിയ പ്രയോജനങ്ങളുണ്ടാവും. കാരണം ഇന്ന് മുഖ്യധാര സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന റീൽസുകളും ചില തെറ്റായിട്ടുള്ള റോങ് ഇൻഫർമേഷൻസ്, തെറ്റായ ചില ഗൈഡൻസ് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചില ആളുകളുടെ തോന്നലുകളാവാം, ചില ആളുകളുടെ വെറുതെ കുറേ ഒരു മ്യൂസിക് ഇട്ട് കുറേ പാട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചങ്ങ് വിടും. അവർക്കത് റീച്ച് കിട്ടുകയെന്നായിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശം ഉണ്ടാവുക. പക്ഷേ അതുമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ശരിയായൊരു ഗൈഡൻസ് വേണ്ടതുണ്ട്, ശരിയായൊരു മാർഗദർശന ആവശ്യത്തിൽ വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബം എന്നുള്ളൊരു ടോപ്പിക്കിൽ എടുത്തിട്ട്, കാരണം അത് നമ്മുടെ ബേസ്മെൻ്റാണ്. നമ്മളാകുന്ന ഇസ്ലാമിൻ്റെ ഒരു സമുദായം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും അടിത്തറ, ആണിക്കല്ല് കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ കുടുംബം സക്സസ് ആയാൽ, ഒരു സക്സസ്ഫുൾ ഫാമിലി മെൻ ആയി, അല്ലെങ്കിൽ ഒരു ഫാമിലി പേഴ്സൺ ആയിട്ട് ഒരാൾ മാറുന്ന, ആണാവട്ടെ പെണ്ണാവട്ടെ, മാറുന്നതോടുകൂടെ അവൻ്റെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങോട്ട് അവന് ജീവിക്കാം. ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പോലെ, വായു പോലെ, വെളിച്ചം പോലെ ഒക്കെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുടുംബജീവിതം. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വിവാഹത്തോടെ തകർന്നു പോകുന്ന ജീവിതങ്ങൾ, അതാണ് നമ്മുടെ ടോപ്പിക്. ഇന്ന് ഈ ഒരു എപ്പിസോഡിൻ്റെ ടോപ്പിക് അതാണ്. അപ്പോൾ അതിൽ ആ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്തപ്പോൾ, ചാറ്റ് ജി പി ടിയിൽ ചോദിച്ചപ്പോൾ കിട്ടിയൊരു കണക്കാണ്. ശരിയാവാം, തെറ്റാവാം. ഞാൻ ചോദിച്ചു, ഇൻ്റർനെറ്റിനോട്, ചാറ്റ് ജി പി ടിയോട് ചോദിച്ചപ്പോൾ എത്ര ഡിവോഴ്സ് ലോകത്ത് നടക്കുന്നുണ്ട് ഒരു വർഷം? പറയുന്ന ഏകദേശം കണക്ക് 12 ലക്ഷമാണ്. 12 ലക്ഷം ഡിവോഴ്സ് അല്ലെങ്കിൽ കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1 ലക്ഷമായി. കേരളത്തിൽ 25,000 കണക്ക് പറയുന്നത്. 25,000, 25,000 പഴയ കണക്കാണ്. ഒരു ദിവസത്തെ കണക്ക് 75 ഡിവോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പെറ്റീഷൻസ് ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. അത് മുസ്ലിംസ് എല്ലാം ആണ് എന്നല്ല, മുസ്ലിംസും ഉണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ചില ഡിവോഴ്സിൻ്റെ ഒക്കെ കാരണം കോമൺ ഫാക്റ്റാണ്. എല്ലാ മതക്കാർക്കും പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നടക്കുന്നുള്ളത്. യഥാർത്ഥത്തിൽ വിവാഹ ജീവിതം എന്താ? വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും കൂടെ വിവാഹം കഴിക്കുന്നതോടുകൂടെ, ആണും പെണ്ണും മാത്രമല്ല ഒന്നിക്കുന്നത്, 2 കുടുംബങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, ചിലപ്പോൾ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ 2 നാട്ടുകാരും കൂടെ ഒന്നിക്കപ്പെടുന്നുണ്ട്. 2 നാട്ടിലെ ആളുകൾ തമ്മിൽ പരസ്പരം അറിയുകയും ഒക്കെ ഒരു വിവാഹത്തോടുകൂടെ സാധ്യമാവുന്നുണ്ട്. എന്തായാലും 2 കുടുംബങ്ങൾ ഒന്നിക്കുകയാണ്. കുടുംബമല്ല, 2 ഫാമിലി മാത്രമല്ല. ഇപ്പം ആണിൻ്റെ ഫാമിലി
ആ ഫാമിലിയിൽ എത്ര കുടുംബങ്ങളോട് 5-10 കുടുംബം ഉണ്ടെങ്കിൽ ആ 5-10 കുടുംബവും പിന്നെ പെണ്ണിൻ്റെ ഫാമിലിയുള്ള ഒരു 5-10 കുടുംബവും ഇത് 20 കുടുംബം ഉണ്ടെങ്കിൽ 20ആണ് എക്സാമ്പിൾ പറയുക, ആ 20 കുടുംബങ്ങളും ചേരുകയാണ്. ആ ഒരു ജോയിൻ്റ് ആവുന്ന ഒരു സംഘമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ഏറ്റവും അടിത്തറ ഈ ആണും പെണ്ണുമാണ്. ഈ ആണും പെണ്ണും ഒന്നിക്കുന്നതോടുകൂടി ഇത്രയും ബന്ധങ്ങൾ, ആണിൻ്റെ ഉപ്പ ഉമ്മ, പെണ്ണിൻ്റെ ഉപ്പ ഉമ്മ, അവരുടെ സിബ്ലിങ്സ് ജ്യേഷ്ഠാനുജന്മാർ, ഇവരൊക്കെ അടുക്കുകയാണ്, ഒന്നിക്കുകയാണ്. എന്നാൽ അത് പിരിയുമ്പോഴോ ഇതൊക്കെ അകലെയാണ്. ഇതൊക്കെ അങ്ങ് അകന്നു പോവുക. നാട്ടുകാർ രണ്ട് കമ്മ്യൂണിറ്റി ആയിട്ട് രണ്ട് വിഭാഗമായിട്ട് അവിടെ പിരിയാണ്. ഡിവോഴ്സ്, പിരിയൽ എന്ന ഒരു സംഭവം അവിടെ നടക്കുകയാണ്. രണ്ട് വ്യക്തികൾ മാത്രമല്ല പിരിയുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബലിയാട് ആവുന്നത് ഈ രണ്ട് ആണും പെണ്ണും ആണെങ്കിലും അത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളും അതിൽ ബലിയാടുകളാവുകയാണ്. അതോടുകൂടെ ആ രണ്ട് ബന്ധങ്ങളും ഇല്ലാതാവുന്നു. ഒരു തീരാ നോവായിട്ട് ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതത്തിൽ ഒരു പക്ഷേ ഈ വേൾഡിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയായിട്ട് അത് അത് മാറുകയാണ്. അപ്പോൾ അത് അനുഭവിച്ച വ്യക്തികൾക്ക് അതിൻ്റെ ആഘാതം ഒരിക്കലെങ്കിലും അനുഭവിച്ചവർക്ക് ഈ സംസാരം വല്ലാതെ ഫീൽ ചെയ്യുന്നതായിരിക്കും. അത് അനുഭവിച്ചവർക്ക്. അനുഭവിക്കാത്ത എൻ്റെ സംസാരം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആ ആ ആ എന്നൊരു ശരിയിടാനേ പറ്റത്തുള്ളൂ. അതായത് കാര്യം അങ്ങനെയാണല്ലോ, ജീവിതത്തിൽ അത് അനുഭവിക്കണം. അപ്പോൾ ഈ ഡിവോഴ്സ് എന്നുള്ളത് ഇത്രയധികം പെയിൻഫുൾ ആയിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ഡിവോഴ്സ് അല്ലല്ലോ, നിക്കാഹാണല്ലോ ഇസ്ലാം. അല്ലേ? നിക്കാഹ് എന്ന വളരെ പുണ്യമുള്ള രണ്ട് കുടുംബങ്ങൾക്കും സന്തോഷം ഉണ്ടാവുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു മനുഷ്യന് ശക്തി ഉണ്ടാവുകയാണ്. ഒരാണിന് ഒരു പെണ്ണ് ചേരുന്നതോടെ, പെണ്ണ് ആണിലേക്ക് ചേരുന്നതോടുകൂടെ രണ്ട് കൂട്ടരും രണ്ട് ശക്തികളായിട്ട് മാറുകയാണ്. അവരുടെ നിലവിലുള്ള ശക്തി ഡബിൾ ആവുകയാണ്. മാത്രമല്ല അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നു, അവർ സന്തോഷത്തിലാകുന്നു, പരസ്പരം താങ്ങും തണലുമായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരുപാട് നന്മകളുള്ള, തികച്ചും സന്തോഷമുണ്ടാകേണ്ട, ഇന്നലെ വരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവേണ്ട വലിയ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിൽ നിക്കാഹിനുള്ളത്. എന്നാൽ ഡിവോഴ്സ്, തലാഖ് എന്ന അറബ് പദം നമുക്കെടുക്കാം. തലാഖ് സംഭവിക്കുന്നുണ്ട്. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തു തലാഖ് എന്ന്. മാത്രമല്ല നിക്കാഹിനേക്കാളും കൂടുതൽ കൈകാര്യം ചെയ്തത് തലാഖിൻ്റെ വിഷയങ്ങളാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒരു ശക്തി, പൈശാചികത അത് നാട്ടിലുണ്ടല്ലോ. ഈ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പണി, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറഞ്ഞാൽ കുടുംബം തെറ്റിക്കലാണ്. കുടുംബം മാത്രമല്ല, ബന്ധങ്ങളൊക്കെ തെറ്റിക്കൽ. അത് വളരെ ശാസ്ത്രീയമായിട്ട്, മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ മനസ്സുകളിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ജോലി ഇബ്ലീസ് ഭംഗിയായി നിർവഹിക്കുന്നു എന്നതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡ് തെളിവാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഡിവോഴ്സുകൾ നടക്കുന്നത് അത് ഇബ്ലീസ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എല്ലായിടത്തും അതിൻ്റെ ജോലി കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ, മനുഷ്യന് ഏറ്റവും ആവശ്യം ഒന്നിച്ചുള്ള കുടുംബജീവിതമാണ്. ഏതൊരു മനുഷ്യന് ആവശ്യം. അതിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം അത് വഷളാക്കാൻ വളരെ പ്ലാൻഡായിട്ട് ഇബ്ലീസ് എന്ന ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി വിവാഹ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കാൻ പോവാണ്. ഒരു വിവാഹ ജീവിതത്തോടെ സംഭവിക്കേണ്ട നന്മകൾ ഒരുപാടാണ്. ആയിരക്കണക്കിന് നന്മകൾ ആ കുടുംബത്തിന്, അവിടുത്തെ മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, അതിലൂടെ വരുന്ന മക്കൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവേണ്ട, സമാധാനവും നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവേണ്ടുന്ന കുടുംബജീവിതം അവസാനം അത് ഡിവോഴ്സിലേക്ക് എത്തുകയും, ഒരാൾ വിവാഹം കഴിക്കുന്നതോട്, ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നതോടുകൂടെ അയാൾ ഇല്ലാതെയാകുന്ന അവസ്ഥ, ജീവിതം തകർന്നു പോകുന്ന അവസ്ഥ, അത് നിലവിൽ എത്രയോ ആളുകൾ അനുഭവിച്ച് കഴിഞ്ഞൊരു ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു തകർച്ചയിലേക്ക് എത്തുന്നു? ഈ ചോദ്യത്തിന് ആദ്യത്തെ മറുപടി നിങ്ങൾക്കറിയുന്ന മറുപടിയാണ്. ഞാനത് പറയാം. അള്ളാഹിൻ്റെ വിധിയാണ്. അള്ളാഹിൻ്റെ ഖദറാണ്. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചതാണ്. അപ്പോൾ അള്ളാഹ് അങ്ങ് തീരുമാനിച്ചതല്ലേ, പിന്നെ ഇപ്പം എന്തിനാണ് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഇവിടെ ഒരു ടോപ്പിക് എപ്പിസോഡുകളാക്കേണ്ട ആവശ്യം എന്താണ്? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്നവരാണ്. ചിലതൊക്കെ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളാണ്.
ജീവിതത്തിൽ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളവരുണ്ടാവാം, കഴിക്കാത്തവരുണ്ടാവും. ഇനി കഴിച്ചവരാവട്ടെ നല്ല ഒരു ഹാപ്പി ലൈഫ് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവാം. ഇനി അതല്ല, ആ ഫാമിലി ലൈഫിൽ ഇതിപ്പോൾ ഈ ഒരു സംസാരം, ഈ ഒരു വിവാഹ ജീവിതത്തോടെ തകർന്നു പോകുന്ന ജീവിതങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കൊക്കെ കാണുമ്പോൾ ഇതെന്താ, ഇതൊന്ന് കേൾക്കണമല്ലോ. ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളായിരിക്കും, അങ്ങനെയുള്ളവരും ഇത് കേൾക്കുന്നുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ ഒരു ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്ന ആളാണെങ്കിൽ വളരെ ഗൗരവത്തിൽ ഈ സംസാരങ്ങൾ കേൾക്കണം. സംസാരം വളരെ ഗൗരവത്തിലുള്ള സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ദാമ്പത്യ ജീവിതം തകർച്ചയിലേക്ക് എത്താനുള്ള കാരണം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 100 കാരണമുണ്ട്. ഒരു ഡിവോഴ്സ് നടന്ന ഒരാണിനോടും പെണ്ണിനോടും, ഡിവോഴ്സ് ചെയ്ത തലാഖ് ചെയ്ത ആണിനോട് പെണ്ണിനോട് ചോദിക്കുകയാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു 2 സെക്കൻഡ് അവർ സൈലൻ്റ് ആവുക ചെയ്യും. ചിലപ്പോൾ അവർ വായിൽ നിന്ന് തുപ്പലിറക്കും. എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് അത് ഒറ്റ വാക്കിൽ ഇന്ന കാരണമെന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞാലും അത് സത്യമല്ല. 100 കാരണങ്ങളാണ്. 100 കാരണങ്ങൾ അതിൻ്റെ പിന്നിലുള്ള 1000 കാരണങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ആ 1000 കാരണത്തിൽ ഒരാൾ നമ്മളും ആകാം എന്നതാണ്. അതായത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, ഫാമിലി ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഡിവോഴ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഡിവോഴ്സിൻ്റെ പിന്നിൽ ഉള്ള ഒരു കാരണം നമ്മുടെ പെരുമാറ്റമാകാം. എൻ്റെയും നിങ്ങളുടെയൊക്കെ പെരുമാറ്റമാകാം. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ഫാമിലി ലൈഫ് ഒരാൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഫസ്റ്റ് ദിവസം തന്നെ അടുത്ത വീട്ടിലെ ഒരാളുടെ ഒരു വാക്ക് പെണ്ണിനെ കണ്ട് ചെക്കൻ്റെ മുഖത്തേക്ക് നോക്കി, അതായത് വധുവിനെ കണ്ട് വരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ അയൽവാസിയായ ഈ വരൻ്റെ സുഹൃത്ത് മുഖം വെറുതെ ഒന്ന് ചുളിച്ചു. അവൻ ചോദിച്ചു, എന്താടാ? ഓ നീ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ, ഇത്രയും സമയം. അവളെ മുഖം നോക്കിയിട്ട് നീ അവനൊരു ഇഷ്ടപ്പെടാത്ത പോലെ ഒരു മുഖം ചുളിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ അങ്ങ് ഇറങ്ങിപ്പോയി. ഇവനിത് മതിയില്ല. ഇവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഞാനൊരു വലിയ പെടലാണല്ലോ പെട്ടുപോയത്. അവളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇപ്പം എന്തോ എന്നൊക്കെ തോന്നി തുടങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അത് വൈകാതെ ഡിവോഴ്സായി എന്നതാണ് സത്യം. അപ്പോൾ ഇത് ഒരു കാരണമാണ്. ഒരു പക്ഷേ ഈ മുഖം ചുളിച്ചു പോയവൻ ഈ ഡിവോഴ്സ് കേട്ടപ്പോൾ, ഇവർ തമ്മിൽ ഡിവോഴ്സായി എന്ന് കേട്ടപ്പോൾ അവൻ തന്നെ, എന്ത് മനുഷ്യനാണവൻ, എന്തിനാണ് അവളെ ഡിവോഴ്സ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടാവാം. അതായത് നമ്മുടെയൊക്കെ സംസാരത്തിലൂടെ ഒരു ചെറിയ ഒരു സ്പാർക്ക് ഈ ഒരു ബന്ധം വേർപിരിയുന്നിടത്ത് എത്തിക്കും. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ബന്ധങ്ങളാണല്ലോ. ഈ ബന്ധങ്ങൾ ഇല്ലാതാവുന്നത് ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെയാണ് അതിൻ്റെ തുടക്കം നടക്കുന്നത്. ഇനി പറയാനുള്ളത്, നമ്മൾ ഓരോ ടോപ്പിക്കും ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാണ്. ഒരു ടോപ്പിക്കിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട്, ഇത് കേൾക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന നല്ല നിയമത്തോടു കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല റീൽസും പല ഫോട്ടോകളും പലതും ഇങ്ങനെ എഴുതി അങ്ങ് വിടുകയാണ്. ആ എഴുതി വിടുന്നത്, അതായത് ചില ലക്ഷണങ്ങൾ, ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ ഭാര്യയിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാര്യ നല്ലൊരു ഭാര്യയല്ല. ഈ 10 കാരണങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പെരുമാറ്റത്തിൽ കാണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നല്ല ഭർത്താവല്ല. ഇത് വെറുതെ അങ്ങ് പൊട്ടിച്ചു വിടുകയാണ്. അത് നമ്മൾ ഈ ലാബിലൊക്കെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല ECG മെഷീനറീസിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഡിഫോൾട്ട് ചെയ്തു വെച്ച സംഗതികളുണ്ടാവും. അതിൻ്റെ അനലറ്റിക് റിപ്പോർട്ടാണ് പലപ്പോഴും പുറത്തു വരുന്നത്. എന്ന പോലെ
ഒരാളുടെ ജീവിതമല്ല വേറൊരാളുടെ ജീവിതം. ഒരാൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഒരാളുടെ ജീവിത അനുഭവങ്ങളിലൂടെ അല്ല കടന്നു പോകുന്ന മറ്റേ ആൾ. അപ്പോൾ ഒരാൾക്ക് തോന്നുന്നത് ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മറ്റുള്ള ജീവിതത്തിലേക്ക് അയാൾ എക്സ്പീരിയൻഷ്യലായിട്ട് ഷെയർ ചെയ്യും. അതൊരു പക്ഷേ വലിയ അപകടങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ എൻ്റെ പ്രിയമുള്ള കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളിൽ വിങ്ങുന്ന ഹൃദയവുമായി കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഡിവോഴ്സിൻ്റെ വേദനയുമായി ഈ സംസാരം കേൾക്കുന്നവരുണ്ടാവും. അതൊന്നുമല്ല, ഡിവോഴ്സൊന്നും സംഭവിക്കാതെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ടോപ്പിക് ഉണ്ടോ എന്ന് പറഞ്ഞ് കേൾക്കുന്നവരുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് സക്സസ്ഫുൾ എന്ന് പറയുന്ന മക്കളൊക്കെ ആയി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ടാവാം. ഇനി അതൊക്കെ കഴിഞ്ഞ് മക്കളും മരുമക്കളൊക്കെ ആയി അവസാന വിശ്രമ ജീവിതം നയിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽവാസികളിലും നിങ്ങളുടെ ബന്ധങ്ങളിലും ഒരാളെങ്കിലും ഡിവോഴ്സ് ആയവരുണ്ടാകും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിലേക്ക് വിവാഹ ജീവിതം നമ്മളെല്ലാവരും വലിയ കൊട്ടി ആഘോഷങ്ങളൊക്കെ നടത്തി വലിയ പരിപാടി നടത്തി നല്ല ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും എല്ലാവിധ ആഘോഷപൂർവ്വം വിവാഹം നടത്തി ജനങ്ങളെയൊക്കെ സൽക്കരിച്ച് അയൽവാസികളും ബന്ധുക്കളും ഒക്കെ വന്ന് വളരെ മനോഹരമായൊരു ദിവസമാക്കി കളർഫുള്ളാക്കി മാറ്റി എല്ലാവരും തിരിച്ചുപോയി. പിറ്റേന്ന് മുതൽ പ്രശ്നങ്ങളായി പിന്നെ പിരിയേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? എന്തൊക്കെയാണ് രണ്ട് ദാമ്പത്യ ജീവിതം പിരിയാനുള്ള കാരണങ്ങൾ? അതിൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഭാര്യ ചെന്ന് കയറുന്ന ഭർത്താവിൻ്റെ വീട്ടിലെ മാതാപിതാക്കൾ, അവരുടെ സമീപനം, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെന്തെല്ലാമാണ്? ഭാര്യ അഥവാ പെൺവീട്ടുകാരുടെ മാതാപിതാക്കൾ വിവാഹശേഷം അവരുടെ സമീപനം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി അയൽവാസികളും കുടുംബക്കാരും ഒക്കെ ചേർന്ന് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി തുടർന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ വിവാഹം എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും സുന്ദരമായ ഒരു സംവിധാനം നിക്കാഹ് ചെയ്ത ശേഷം പിന്നീട് അങ്ങോട്ട് 5, 10, 15 വർഷം ഡിവോഴ്സും പ്രശ്നങ്ങളും. ഡിവോഴ്സ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഫൈനലാണ്, അവസാനത്തെ സംഭവമാണ് ഈ ഡിവോഴ്സ് എന്നുള്ളത്. അതിൻ്റെ മുമ്പ് നടക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു ലോകമുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിലൂടെ തുറന്ന് കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. അത് തുറന്ന് കാട്ടുക വഴി അതിൻ്റെ നിയ്യത്ത് അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ ഒരാൾ നടന്നു പോവാണ്, ഒരു വഴിയിലൂടെ നടന്നു പോവാണ്. നടന്നു പോകുന്ന മനുഷ്യൻ നടന്നു പോയി കുറച്ചങ്ങ് നടന്നപ്പോൾ അവിടെ നന്നായിട്ട് വഴുകി കാല് വഴുതി അവിടെ വീണവിടെ അയാൾ എണീറ്റ് ചുറ്റും ഒന്ന് നോക്കുമ്പോൾ നല്ല വഴുക്കലുണ്ട്. മാത്രമല്ല ഞാൻ നടന്നു വരുന്ന അതേ വഴിയിൽ കുറേ ആൾക്കാർ പിന്നിന്ന് നടന്നു വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വീണപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഴാനുള്ള കാരണം എൻ്റെ ചെരുപ്പിൻ്റെ പ്രശ്നമായിരിക്കാം, ഈ നിലത്ത് വഴുക്കലുള്ളത് കൊണ്ടാവാം, അതുകൊണ്ട് ഇത് സൂക്ഷിക്കണം. ആളുകളൊക്കെ എന്നെക്കാൾ സ്പീഡിൽ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്, മിക്കവാറും അവർക്കവിടെ വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഓടി വരുന്ന ആളോട് വീണ ആൾ എണീറ്റ് നിന്നിട്ട് വിളിച്ച് പറയാം, പ്രിയമുള്ളവരെ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കുറച്ച് അപ്പുറത്തൂടെ മാറി നടന്നോളൂ എന്ന് പറയാൻ വീണ ആളിന് എത്രത്തോളം ഇഷ്ടമുണ്ടോ അങ്ങനെയുള്ള അനുഭവസ്ഥരായ ആളുകൾ. ദയവ് ചെയ്ത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും എന്തായാലും ഈ ടോപ്പിക്ക് കാണുമ്പോൾ എടുത്തു നോക്കുന്നവരൊന്നെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഡിവോഴ്സ് ആയിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഡിവോഴ്സിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. അവർക്കൊക്കെ അല്ലെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ അതിനൊരു എക്സ്പീരിയൻസ് ആണ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്, കല്യാണം പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടാവാം. നിങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റുകൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ചെയ്യാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ടോപ്പിക്ക്
ഇതൊരു സീരീസ് ആയിട്ട് വരികയാണ്. എപ്പിസോഡ് 1 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ എപ്പിസോഡ് 1 നമ്മൾ ഈ വിഷയാവതരണമാണ്. എന്താണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ ഡിവോഴ്സുമായി, നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഡിവോഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ട് ഈ ഒരു ആളുകൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ ജീവിതം തകർന്നു പോകുന്ന സഹോദരന്മാരും സഹോദരിമാരും, ആണിൻ്റെ ഭാഗം മാത്രമല്ല പറയുന്നത്, സ്ത്രീയുടെ ഭാഗം, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫാമിലി ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇൻഷാല്ല. ഈ ഒരു സംസാരം ഒരു വെളിച്ചമായി, ഒരു ഹിദായത്തായിട്ട് വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്കും പ്രവേശിക്കുന്നവർക്കും അതുപോലെ ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കും ഒരു വഴി ജീവിതത്തിൽ കാണിക്കാനും മാർഗദർശനം, ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലും പലയിടത്തു നിന്ന് വരുന്ന പലതരത്തിലുള്ള വഴിവിട്ട സംസാരങ്ങളിൽ നിന്ന് മാറി ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സീരീസായിട്ട്, ഒരു എപ്പിസോഡുകളായിട്ട് ഈ ഒരു വീഡിയോ സീരീസ് മാറണേ എന്ന് അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടേതായ അനുഭവങ്ങളൊക്കെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പർ വെച്ചിട്ട്, ചാനലിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ പറയാൻ പറ്റുന്നവർ പറയാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ഇന്നത് ചെയ്തിരുന്നെങ്കിൽ അന്ന് എനിക്കത് സംഭവിക്കില്ലായിരുന്നു, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്ന്. പക്ഷേ അതൊരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിലൂടെ പാഠം പഠിച്ചവരുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിച്ചു വരുന്നവരാണ്. മെച്യൂരിറ്റി ലെവൽ, പക്വതയുടെ ഒരു ലെവലിൽ നമ്മൾ എത്തുന്നേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എത്രാമത്തെ വയസ്സിലെ പക്വത ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന വയസ്സല്ല, നമ്മളൊക്കെ ജീവിച്ചു വരുന്നവരാണ്. പിന്നെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. മിക്കവാറും പേർക്കൊക്കെ ഒരു വിവാഹമേ ഉള്ളൂ. വളരെ അപൂർവ ആളുകൾക്കാണ് 2, 3 ജീവിതത്തിൽ സംഭവിക്കുക. പക്ഷേ ആ സംഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് നമുക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തകർന്നു പോകുന്ന ജീവിതങ്ങൾ എന്ന ഈ ഒരു ഇന്നത്തെ ടോപ്പിക്കോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്താണെന്ന് പറയാണ് ഇൻഷാ അല്ലാഹ്. ഒരു ഡിവോഴ്സോടുകൂടെ ആഫ്റ്റർ ഡിവോഴ്സ് എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ടോപ്പിക്കാണ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വാട്സപ്പ് വഴി റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും നല്ല പ്രയോജനകരമായ രീതിയിലുള്ള ടോപ്പിക്സ്, അതുവഴി വലിയ ചലനം ഉണ്ടാക്കാൻ പറ്റണമെന്നാണ്. ചെറിയ സംസാരമാണ്, മെല്ലെയുള്ള പതുക്കെയുള്ള സംസാരമാണ്. പക്ഷേ ഇതുവഴി വലിയ മാറ്റങ്ങൾ നമ്മുടെ സമുദായത്തിനുള്ളിലുള്ള ഒരാളെങ്കിലും മാറി നല്ലൊരു ഫാമിലി, സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാകാൻ സാധ്യമായാൽ അത് ഇതുവഴി ലഭിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയ്യാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.